ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ 5-year പ്ലാൻസിനെ കുറിച്ചിട്ടാണ്. സോ ഇത് വരുന്നത് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസിൻ്റെ കീഴിലുള്ള ടോപ്പിക്കായിട്ടാണ്. 5-year plans. They were laid to rest by the Narendra Modi-led NDA government in 2015. Hence, the 12th 5-year plan is considered the last 5-year plan of India. The decades-old 5-year plan was replaced by a 3-year action plan, which will be part of a 7-year strategy paper and a 15-year vision document. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5-year പ്ലാൻ എന്ന് പറയുന്നത് മാറിയിട്ട് ഒരു 3-year ആക്ഷൻ പ്ലാനായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നീതി ആയോഗ് എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നീതി ആയോഗ് ഹാസ് റീപ്ലേസ്ഡ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഇൻ മോദി ക്യാബിനറ്റ് ആൻഡ് ലോഞ്ച്ഡ് ദ 3-year ആക്ഷൻ പ്ലാൻസ് ഫ്രം April 1, 2017 ഓൺവേർഡ്സ്. 12th 5-year പ്ലാനാണ് ലാസ്റ്റ് 5-year പ്ലാൻ ഓഫ് ഇന്ത്യ എന്ന് കൺസിഡർ ചെയ്യുന്നത്. അതുവരെ ഇതെല്ലാം ചെയ്തിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് മാറി. ഇപ്പോൾ അത് നീതി ആയോഗ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് നീതി ആയോഗ് 3-year ആക്ഷൻ പ്ലാനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്ന് തൊട്ടിട്ടാണ് April 1, 2017 തൊട്ടിട്ട്. ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് കേട്ടോ ഈ ഒരു ഭാഗം പറഞ്ഞത്. ഇനി നമുക്ക് 5-year പ്ലാൻസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് 5-year പ്ലാൻ, അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് 5-year പ്ലാൻ ആരുടെ കാലത്താണ്? അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. ഫസ്റ്റ് മാത്രമല്ല കേട്ടോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ പ്ലാൻസ് എല്ലാം ജവഹർലാൽ നെഹ്റുവിൻ്റെ ലീഡർഷിപ്പിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാനിൻ്റെ ഡ്യൂറേഷനാണ്. 1951 to 1956. ഓക്കെ, 1951 മുതൽ 1956 വരെയാണ് ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത്. സോ ഫസ്റ്റ് 5-year പ്ലാൻ ലോഞ്ച് ചെയ്ത ഇയറും അതുപോലെ ലീഡർഷിപ്പും ഒന്ന് ഓർത്ത് വച്ചേക്കാം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് 1951 to 1956 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു പോയിൻ്റ് ഉണ്ട്. ഈ ഒരു മോഡലിനെ അറിയപ്പെടുന്നത് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ ദിസ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ഹാരോൾഡ് ഡോമർ മോഡൽ വിത്ത് എ ഫ്യൂ മോഡിഫിക്കേഷൻസ്. അപ്പോൾ ഹാരോൾഡ് ഡോമർ മോഡൽ അതിന് കുറച്ച് മോഡിഫിക്കേഷൻസ് കൂടി വച്ചിട്ടാണ് ഈ ഒരു ഫസ്റ്റ് 5-year പ്ലാൻ എന്ത് ചെയ്യുന്നത്, അത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹാരോൾഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു പ്ലാൻ എന്താണ്? ഫസ്റ്റ് 5-year പ്ലാനാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ ഫോക്കസ് ഏരിയ എന്താണ്, എന്തിനാണ് ഈ ഫസ്റ്റ് 5-year പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്? മെയിൻലി അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. അപ്പോൾ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രിയാണ് മെയിൻ തീം ഓഫ് ഫസ്റ്റ് 5-year പ്ലാൻ, അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് ഓഫ് ഫസ്റ്റ് 5-year പ്ലാൻ. അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാണ്. ഇറ്റ് ഈസ് ഫോക്കസിങ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ ആൻഡ് എയിംഡ് അറ്റ് അച്ചീവിങ് ആൻഡ് ഓൾ റൗണ്ട് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ ആൻഡ് എയിമിങ് ടു അച്ചീവ് ഓൾ റൗണ്ട് ബാലൻസ് ഡെവലപ്മെൻറ്റ്, മൊത്തത്തിലുള്ളൊരു ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയാം. ഇത് അച്ചീവ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3.6%. ഓക്കെ, സക്സസ്ഫുൾ ആയിരുന്നു ഫസ്റ്റ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് അച്ചീവ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 3.6% ആണ്. അപ്പോൾ ടാർഗറ്റ് വെച്ചിരുന്നത് എത്രയായിരിക്കും? 2.1% ആണ് ടാർഗറ്റ് വെച്ചിരുന്നത്. പക്ഷേ കുറേ കൂടി അത് അച്ചീവ് ചെയ്തു. സോ ദിസ് പ്ലാൻ വാസ് സക്സസ്ഫുൾ. At the end of this plan, 5 IITs were set up in the country. ഇപ്പോൾ ഈ ഒരു പ്ലാനിനെ അവസാനമായിട്ട് 5 IITs കൂടി കൺട്രിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയതും ഒരു നേട്ടമായിട്ടാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് 5-year പ്ലാനിനെ കുറിച്ചിട്ട് നോക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഏത് 5-year പ്ലാൻ നോക്കാം? സെക്കൻഡ് 5-year പ്ലാൻ നോക്കാം. ഓക്കെ, സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞു ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1956 to 1961. ഓക്കെ, 1956 to 1961 ആണ് സെക്കൻഡ് 5-year പ്ലാൻ്റെ ഡ്യൂറേഷൻ.
ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ PC മെഹലനോബിസ് മോഡൽ മെയ്ഡ് ഇൻ ദ ഇയർ 1953. നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഹാരോൾഡ് ഡോമർ മോഡൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിനെ വിശേഷിപ്പിക്കുന്നത് PC മെഹലനോബിസ് മോഡൽ എന്നാണ്. ഓക്കെ, PC മെഹലനോബിസ് മോഡൽ. അടുത്ത മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ എന്താണ് പറഞ്ഞത്? അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് അല്ലേ. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ഗ്രോത്ത് ഓഫ് ബേസിക് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ്. ഓക്കെ, ബേസിക് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്നു. എക്സ്പാൻഷൻ ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇൻക്രീസ് ഓഫ് 25% ഇൻ ദി നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൽ 25% ഇൻക്രീസും കൂടി ഫോക്കസ് ചെയ്തൊരു പ്ലാനായിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാൻ. This plan lags behind its target growth rate of 4.5% and achieved a growth rate of 4.27%. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പോലെ അത്രത്തോളം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നല്ലായിരുന്നു ഈ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ടാർജറ്റ് ഗ്രോത്ത് റേറ്റിൽ നിന്നും കുറച്ച് കുറവായിരുന്നു അച്ചീവ് ചെയ്ത ഗ്രോത്ത് റേറ്റ്. അപ്പോൾ 4.27% മാത്രമാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ടാർജറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 4.5% ആയിരുന്നു. However, this plan was criticized by many experts and as a result, India faced a payment crisis in the year 1957. അപ്പോൾ ഇന്ത്യ ഒരു പേയ്മെൻറ്റ് ക്രൈസിസ് ഒക്കെ 1957 ഈ ഒരു കാരണം കൊണ്ട് ഫേസ് ചെയ്യേണ്ടി വന്നു. കാര്യം ഈ ഒരു പ്ലാൻ ശരിക്കും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരു പ്ലാനാണ്. കാര്യം ഈ ഒരു പ്ലാനിന് എന്ത് പറ്റി? ചില പിഴവുകളൊക്കെ വന്നിട്ട് ടാർജറ്റ് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇത്രയുമാണ് നമ്മൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ പറയുന്നത്. മെയിനായിട്ട് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഡ്യൂറേഷൻ 1956 to 61, അതുപോലെ തന്നെ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. പിന്നെ പറഞ്ഞെന്താണ്? PC മെഹലനോബിസ് മോഡൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം തേർഡ് 5 ഇയർ പ്ലാൻ. ഓക്കെ, തേർഡ് 5 ഇയർ പ്ലാനും ജവഹർലാൽ നെഹ്റുവിൻ്റെ ലീഡർഷിപ്പിൽ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1961 to 1966. ഓക്കെ, 1961 തൊട്ട് 1966 വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഈ പ്ലാനിനെ എന്താണ് പറയുന്നത്? ഗാഡ്ഗിൽ യോജന. ഓക്കെ, ആഫ്റ്റർ ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ DR ഗാഡ്ഗിൽ. അന്നത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു DR ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേര് ചേർത്തിട്ടാണ് ഈ ഒരു പ്ലാനിന് കൊടുത്തിരിക്കുന്നത്, ഗാഡ്ഗിൽ യോജന എന്ന് പറഞ്ഞിട്ട്. തേർഡ് 5 ഇയർ പ്ലാൻ എന്താണ് അറിയപ്പെടുന്നത്? ഗാഡ്ഗിൽ യോജന. സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലോ PC മെഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ ഹാരോൾഡ് ഡോമർ മോഡൽ എന്നാണ്. The main target of this plan was to make the economy independent. ഈ ഒരു പ്ലാൻ്റെ മെയിൻ ടാർഗറ്റ് എന്താണ്? ഇക്കണോമിയെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. സോ ദ മെയിൻ ടാർഗറ്റ് ഓഫ് ദിസ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? ടു മേക്ക് ദ ഇക്കോണമി ഇൻഡിപെൻഡൻറ്റ്. ദ സ്ട്രെസ് വാസ് ലെയ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ദി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്. ഇക്കോണമിയെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ടാർഗറ്റ്. എങ്ങനെയൊക്കെ? അഗ്രികൾച്ചറിലും അതുപോലെ തന്നെ വീറ്റിൻ്റെ പ്രൊഡക്ഷനിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇക്കണോമിയെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളൊരു ഫോക്കസാണ് തേർഡ് 5 ഇയർ പ്ലാനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് പ്ലാൻ ഇന്ത്യ വാസ് എൻഗേജ്ഡ് ഇൻ 2 വാർസ്. അപ്പോൾ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇന്ത്യ 2 വാറിലാണ് എൻഗേജ് ചെയ്യപ്പെട്ടത്. ഏതൊക്കെയാണ് ആ 2 വാർ? ഫസ്റ്റ് വാർ എന്ന് പറയുന്നത് ചൈനീസ് അഗ്രഷൻ അല്ലെങ്കിൽ സൈനോ ഇന്ത്യ വാർ എന്നാണ് പറയുന്നത്. ചൈനയുമായിട്ടുള്ള വാറാണ്. 1962 അത് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡോ പാകിസ്ഥാനി വാർ, അത് 1965 നടന്നിട്ടുള്ളത്. ഈ 2 വാറും ഫേസ് ചെയ്യേണ്ടി വന്നു ഇന്ത്യക്ക്. ഏത് ടൈമിലാണ്? ഈ ഒരു തേർഡ് 5 ഇയർ പ്ലാനിൻ്റെ എക്സിക്യൂട്ടിംഗ് ടൈമിലാണ് ഈ 2 വാറും ഉണ്ടായിട്ടുള്ളത്. This was exposed the weakness in our economy and shifted the focus to the defense industry. The Indian Army and the stabilization of the price. India witnessed inflation. അപ്പോൾ ആ സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ടായി. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു എക്കണോമിയും ഒക്കെ തന്നെ ഇത് ബാധിച്ചു.
ഈ ഒരു പ്ലാൻ്റെ എക്സിക്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ ഇരിക്കാനുള്ള സിറ്റുവേഷൻസാണ് ഈ വാർ നടന്ന സമയത്ത് ഉണ്ടായത്. അതുപോലെ തന്നെ ഡ്രൗട്ട് പോലുള്ള കണ്ടീഷൻസൊക്കെ ഈ ഒരു പീരീഡിൽ നടന്നിട്ടുണ്ട്. The plan was a flop due to wars and drought. The target growth was 5.6%, while the achieved growth was 2.4%. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാനും എന്ത് ചെയ്തു, ഒരു ഫ്ലോപ്പായിപ്പോയി. കാര്യം വാർ ആൻഡ് ഡ്രൗട്ട്, ഈ രണ്ട് വാറും അതുപോലെ തന്നെ കുറച്ച് കണ്ടീഷൻസ്, ഡ്രൗട്ട് പോലുള്ള കുറച്ച് സിവിയർ കണ്ടീഷൻസൊക്കെ വന്നപ്പോഴേക്കും ഈ ഒരു പ്ലാന് നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു പ്ലാൻ ഫ്ലോപ്പായി. ടാർഗറ്റ് ഗ്രോത്ത് 5.6% ആയിരുന്നു, പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റിയത് അതിൽ നിന്നൊക്കെ ഒരുപാട് താഴെ 2.4% മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റിയുള്ളൂ. അങ്ങനെയാണ് മറ്റൊരു പ്ലാൻ കൊണ്ടുവരാൻ പറ്റിയത്. ഓക്കെ, പ്ലാൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് 1966 to 1969 ആ ഒരു പീരിയഡിൽ 3 ആനുവൽ പ്ലാൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആനുവൽ ആണല്ലോ, അപ്പോൾ 3 years. Due to the failure of the previous plan, government announced 3 annual plans called Plan Holidays from 1966 to 1969. അപ്പോൾ എന്ത് ചെയ്തു, 1966 to 1969 വരെ പ്ലാൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് 3 ആനുവൽ പ്ലാൻസ് കൊണ്ടുവന്നു. കാരണം എന്താണ്, ഈ പ്രീവിയസ് പ്ലാൻ്റെ ഒരു ഫെയിലുവർ കൊണ്ടിട്ടാണ്. Main reason behind the plan holidays was the Indo-Pakistani war and the Sino-India war, leading to the failure of the third 5-year plan. അപ്പോൾ പറഞ്ഞല്ലോ, തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് ഫെയിലായി പോവുകയാണ് ചെയ്തത്. കാര്യം 2 വാറും അതുപോലെ തന്നെ ഡ്രൗട്ടും നേരിടേണ്ടി വന്നു. 2 വാറ് നമ്മൾ പറഞ്ഞു, ഇൻഡോ പാകിസ്ഥാനി വാർ, അത് 1965-ലും 1965-ലും അതുപോലെ തന്നെ സൈനോ ഇന്ത്യ വാർ 1962-ലുമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 വാർസും കൊണ്ടിട്ടാണ് ഈ ഒരു പ്ലാൻ ഫെയിലാവാൻ കാരണം. അതുപോലെ തന്നെ അതുകൊണ്ടിട്ടാണ് ഈ ആനുവൽ പ്ലാൻസ് മെയ്ഡ് ചെയ്യുകയും ചെയ്തത്. ഓക്കെ, ഡ്യൂറിങ് ദിസ് പ്ലാൻ annual plans were made and equal priority was given to agriculture, its allied sectors and the industry sector. അപ്പോൾ ഈ ആനുവൽ പ്ലാൻ കൊണ്ടുവന്നതോടെ ഈക്വൽ പ്രയോറിറ്റി നൽകി. എന്തിനൊക്കെയാണ്, അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ ഇറ്റ്സ് അലൈഡ് സെക്ടേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സെക്ടറിനും കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊണ്ടുവന്നു. In a bid to increase the exports in the country, the government declared devaluation of the rupee. അപ്പോൾ കൺട്രിയിലെ എക്സ്പോർട്ട് കൂട്ടാനുള്ള ഒരു മാർഗമായിട്ട് ഗവൺമെൻറ് ഡിവാലുവേഷൻ ഓഫ് ദ റുപ്പിയൊക്കെ ഈ ഒരു സമയത്ത് ഈ പ്ലാൻ ഹോളിഡേയ്സിൻ്റെ ഇതായിട്ട് ഡിവാലുവേഷൻ ഓഫ് ദ റുപ്പിയൊക്കെ ഡിക്ലെയർ ചെയ്തു ഈ ഒരു സമയത്തൊക്കെ. ഇത് ഇത്രയുമാണ് തേർഡ് 5-year പ്ലാനും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള പ്ലാൻ ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 4th 5-year പ്ലാൻ. ഇതിൻ്റെയും ഡ്യൂറേഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. 1969 to 1974. ഓക്കെ, 4th 5-year പ്ലാൻ വന്നിട്ടുള്ളത് 1969 to 1974 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇന്ദിരാഗാന്ധി. ഓക്കെ, ഇവിടെ ജവഹർലാൽ നെഹ്റു അല്ല, നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് 4th 5-year പ്ലാനിൽ ആരാണ്, ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ദർ വെർ 2 മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്ലാൻ, ദാറ്റ് ഈസ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് സെൽഫ് റിലയൻസ്. ഇതും നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. 2 മെയിൻ ഒബ്ജക്റ്റീവാണ് ഈ പ്ലാനിനുള്ളത്. ഏതൊക്കെയാണ്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, സ്റ്റേബിളായിട്ടുള്ള ഒരു ഗ്രോത്തും അതുപോലെ തന്നെ സെൽഫ് റിലയൻസിന് ഉള്ള പ്രോഗ്രസീവായിട്ടുള്ള അച്ചീവ്മെൻറ്റ്. ഇത് രണ്ടുമാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് 4th 5-year പ്ലാൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെൻറ്റ് ഓഫ് സെൽഫ് റിലയൻസ്. It aimed at increasing national income by 5.5%, creating economic stability, reducing inequalities in income distribution and achieving social justice with equality. അപ്പോൾ എന്താണിത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയിമെന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകത്തെ 5.5% ഇൻക്രീസ് ചെയ്യുക, അതുവഴി ഇക്കണോമിക് സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക,
അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുള്ള ഇൻഇക്വാളിറ്റികളൊക്കെ തന്നെ കുറയ്ക്കുക. ആൻഡ് അച്ചീവിങ് സോഷ്യൽ ജസ്റ്റിസ് വിത്ത് ഇക്വാളിറ്റി. മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ 4th 5 ഇയർ പ്ലാനിൽ ഒരു ഇക്വാളിറ്റി ഒക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, അതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡ്യൂറിങ് ദിസ് ടൈം 14 മേജർ ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ആൻഡ് ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് സ്റ്റാർട്ടഡ്. Indo-Pakistani War of 1971 and Bangladesh Liberation War took place. 4th 5 ഇയർ പ്ലാനിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യമാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. 14 മേജർ ഇന്ത്യൻ ബാങ്ക്സ് നാഷണലൈസ് ചെയ്തത് ഈ ഒരു പീരീഡിലാണ്, 4th 5 ഇയർ പ്ലാനിൻ്റെ പീരീഡിലാണ്. അതുപോലെ തന്നെ 1971 ഇൻഡോ പാകിസ്ഥാനി വാർ നടന്നിട്ടുണ്ട്, അതും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, അങ്ങനെ 2 വാർ നടന്നിട്ടുള്ള സമയമാണ് എന്ത്, ഈ 4th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വാസ് എമംഗ്സ് മേജർ ടാർഗറ്റ്സ് ഓഫ് ദ പ്ലാൻ. അപ്പോൾ ഈ ഒരു പ്ലാനിൽ ഒന്നും കൂടി ആഡ് ചെയ്യാനുണ്ട്. എന്താണ്? ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഇക്വാളിറ്റി ഒക്കെ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതും ഒരു മേജർ ടാർഗറ്റ് ആയിരുന്നു ഈ ഒരു 4th 5 ഇയർ പ്ലാനിൻ്റെ. This plan failed and could achieve a growth rate of 3.3% only against the target of 5.7%. ഈ ഒരു പ്ലാനും ഒരു ഫ്ലോപ്പായിരുന്നു. ടാർഗറ്റ് ആയിട്ടുള്ള 5.7% അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, 3.3% മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അടുത്തത് 5th 5 ഇയർ പ്ലാൻ. 5th 5 ഇയർ പ്ലാനിൻ്റെ ഡ്യൂറേഷൻ എപ്പോഴാണ്? 1974 to 1978. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ 1978 തന്നെ ഈ ഒരു ഡ്യൂറേഷൻ തീരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് 5 ഇയേഴ്സ് അല്ല, അതിന് മുമ്പ് തന്നെ ഈ ഒരു പ്ലാൻ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. 1974 to 1978 വരെ ഉള്ളൂ 5th 5 ഇയർ പ്ലാൻ. ഈ ഒരു പ്ലാൻ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ഗരീബി ഹഠാവ്. ഓക്കെ, പോവർട്ടി, മെയിനായിട്ട് പോവർട്ടിയെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലാനാണ് 5th 5 ഇയർ പ്ലാൻ. ആ ഒരു വാക്കും കൂടി ഒന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കുക, ഗരീബി ഹഠാവോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പോവർട്ടി എലിവേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നൊരു 5 ഇയർ പ്ലാനാണ് 5th 5 ഇയർ പ്ലാൻ. ആൻഡ് ഈ പ്ലാൻ മറ്റെന്തൊക്കെ ഫോക്കസ് ചെയ്യുന്നു? എംപ്ലോയ്മെൻറ്റ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ജസ്റ്റിസ്, ഡിഫൻസ്, ഇതെല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പോവർട്ടി, എംപ്ലോയ്മെൻറ്റ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഡിഫൻസ് ആൻഡ് ജസ്റ്റിസ്. അടുത്തതായിട്ട് പറയുന്നത് ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് വാസ് അമെൻഡഡ് ഇൻ 1975. Then a 20-point program was launched in 1975. The minimum needs program and the Indian national highway system was introduced. ഇത്രയും കാര്യങ്ങൾ 5th 5 ഇയർ പ്ലാൻ്റെ ആ ഒരു ഡ്യൂറേഷൻ ഇടയ്ക്ക് നടന്നിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട്. ഓക്കെ, 1975 ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട്. അതുപോലെ തന്നെ 1975 തന്നെയുള്ള 20-point പ്രോഗ്രാം. ദെൻ മിനിമം നീഡ്സ് പ്രോഗ്രാം. ഓക്കെ, മിനിമം നീഡ്സ് പ്രോഗ്രാം ആൻഡ് ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം. ദെൻ ഓവറോൾ ദിസ് plan was successful which achieved a growth of 4.8% against the target of 4.4%. അപ്പോൾ 5th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നു. ഗ്രോത്ത് റേറ്റ് ഓഫ് 4.8% അച്ചീവ് ചെയ്യാൻ പറ്റി. 4.4% ഒക്കെ ആയിരുന്നു ടാർഗറ്റ് എങ്കിൽ 4.8% അച്ചീവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ദിസ് പ്ലാൻ വാസ് ടെർമിനേറ്റഡ് ഇൻ 1978 by the newly elected മൊറാർജി ദേശായി ഗവൺമെൻറ്. അപ്പം പുതിയ മൊറാർജി ദേശായി ഗവൺമെൻറ് വന്നപ്പോഴത്തേക്കും ഈ ഒരു പ്ലാൻ എന്ത് ചെയ്തു? ടെർമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ ഈ 1978 ഈ ഒരു പ്ലാൻ്റെ ഡ്യൂറേഷൻ തീരുന്നത്. ഓക്കെ, 5th 5 ഇയർ പ്ലാനിൻ്റെ മെയിനായിട്ട് എന്തൊക്കെയാണ്? ഡ്യൂറേഷൻ നോക്കുക, 1974 to 1978. ദെൻ ഗരീബി ഹഠാവോ എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്ന ഈ ഒരു 5th 5 ഇയർ പ്ലാനിലാണ്. അതുകൂടാതെ എന്തൊക്കെയുണ്ട്? എംപ്ലോയ്മെൻറ്റ്, ജസ്റ്റിസ്, ഡിഫൻസ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, പിന്നെ നമ്മൾ കുറച്ച് ആക്റ്റൊക്കെ പറഞ്ഞു. ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1975 പറഞ്ഞു. ദെൻ 20-point പ്രോഗ്രാം 1975, മിനിമം നീഡ്സ് പ്രോഗ്രാം, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ സിസ്റ്റം
ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 5th 5-year പ്ലാനിലാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം റോളിംഗ് പ്ലാൻ. ഓക്കെ, 1978 ഈ ഒരു 5th 5-year പ്ലാൻ തീർന്നില്ലേ, അപ്പോൾ തുടങ്ങിയതാണ് 1978 to 1980 വരെ റോളിംഗ് പ്ലാനാണ് ഉണ്ടായത്. ഓക്കെ, റോളിംഗ് പ്ലാൻ എന്നാണ് അതിനെ പറയുന്നത്. ഇൻ 1980 കോൺഗ്രസ് റിജക്റ്റഡ് ദ റോളിംഗ് പ്ലാൻ ആൻഡ് എ ന്യൂ 6th 5-year പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പം 1980 കോൺഗ്രസ് റോളിംഗ് പ്ലാനിനെ റിജക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു പുതിയ 6th 5-year പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇനി റോളിംഗ് പ്ലാനിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. 3 plans were introduced under the rolling plan. റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് 3 പ്ലാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് ആണെന്ന് പറയുന്നത് ഫോർ ദ ബഡ്ജറ്റ് ഓഫ് ദ പ്രസൻറ്റ് ഇയർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദിസ് പ്ലാൻ വാസ് ഫോർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് 3, 4 or 5 എന്ന് പറഞ്ഞാൽ ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സിന്. അടുത്തതെന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് പ്ലാൻ ഫോർ ലോങ് ടേം, അത് 10, 15 or 20 years അങ്ങനെ ഒരു ഇതിനാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. The plan has several advantages as the targets could be mentored and projects, allocations etc. were variable to the country's economy. അപ്പോൾ പ്ലാനിന് കുറേയധികം അഡ്വാൻറ്റേജസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. This means that if the targets can be amended each year, it would be difficult to achieve the targets and will result in destabilization in the Indian economy. അതായത് ഇപ്പോൾ റോളിംഗ് പ്ലാനൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതായത് അത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഇത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി ഉണ്ടാവാമായിരുന്നു. അപ്പം അതിൽ നിന്നും മാറി റോളിംഗ് പ്ലാൻ കൊണ്ടുവന്ന അഡ്വാൻറ്റേജ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ. 3 പ്ലാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും അത് ഏതൊക്കെയാണെന്നും എന്തിനാണ് കൊണ്ടുവന്നത്, എന്തായിരുന്നു അതിനുള്ള അഡ്വാൻറ്റേജ്, ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി ഒഴിവാക്കാൻ പറ്റിയത്, അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്തതായിട്ട് 6th 5-year പ്ലാൻ. ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടതാണ്. ഇതിൻ്റെ ഡ്യൂറേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1980 to 1985. ഓക്കെ, 6th 5-year പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത് 1980 to 1985 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ആരുടെ ലീഡർഷിപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കുക. ലീഡർഷിപ്പ് ഓഫ് ഇന്ദിരാഗാന്ധി. ഡ്യൂറേഷൻ നോക്കുക, 1980 തൊട്ടിട്ട് 1985 വരെയാണ്. ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവാണ് അടുത്ത മെയിൻ പോയിന്റ് നോക്കാനുള്ളത്. ഇക്കണോമിക് ലിബറലൈസേഷൻ by eradicating poverty and achieving technological self-reliance. അപ്പോൾ 6th 5-year പ്ലാനിലും പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 5th അതുപോലെ തന്നെ ഗരീബി ഹഠാവോ എന്ന് പറഞ്ഞിട്ട് പോവർട്ടി അലിവേഷൻ നോക്കിയിട്ടുണ്ട്. ഒട്ടുമിക്ക പ്രോഗ്രാംസിലും ഈ 5-year പ്ലാൻസിലും പറയുന്നത് കൂടുതലായിട്ടും എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുവഴി പോവർട്ടി എലിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോവർട്ടി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 5th 5-year പ്ലാനിൽ ആ ഒരു ഗരീബി ഹഠാവോ എന്ന് പറയുന്ന ടേം ഇറ്റ്സെൽഫായിട്ട് തന്നെ നമ്മൾ പറയുന്നത് കൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇവിടെ 6th 5-year പ്ലാനിലും പോവർട്ടി എറാഡിക്കേറ്റിംഗ് പോവർട്ടി മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്കണോമിക് ലിബറലൈസേഷൻ ബൈ എറാഡിക്കേറ്റിംഗ് പോവർട്ടി ആൻഡ് അച്ചീവിങ് ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ്. അപ്പോൾ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക മാത്രമല്ല, ടെക്നോളജിക്കലായിട്ട് സെൽഫ് റിലയൻസ് അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു എയിം കൂടി ഈ 6th 5-year പ്ലാനിനുണ്ട്. Then it was based on investment yojana, infrastructural changing and trend to the growth model. Its growth target was 5.2%, but it achieved a growth of 5.7%. അപ്പോൾ ഗ്രോത്ത് ടാർഗറ്റിൽ നിന്നൊക്കെ കൂടുതലായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് അബൌട്ട് 6th 5-year പ്ലാൻ. ഇനി നോക്കുന്നത് 7th 5-year പ്ലാനാണ്. 7th 5-year പ്ലാൻ്റെയും ഡ്യൂറേഷൻ നോക്കാം. 1985 to 1990. ഓക്കെ, 1985 തൊട്ട് 1990 വരെ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് രാജീവ് ഗാന്ധി. നമ്മൾ നേരത്തെ 6th വരെ പറഞ്ഞ ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7th 5-year പ്ലാനിൽ നോട്ട് ചെയ്യേണ്ടത് ലീഡർഷിപ്പ് ഓഫ് രാജീവ് ഗാന്ധി. എന്താണ് ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സെൽഫ് സഫിഷ്യൻറ്റ് ഇക്കണോമി, ഓപ്പർച്യൂണിറ്റീസ് ഫോർ
പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജി. അപ്പോൾ ഏകദേശം 6th എന്താണ് ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ് ഒക്കെ പറയുന്നുണ്ട്, ഇതിലും പറയുന്നുണ്ട് കേട്ടോ. അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജി അപ്ഗ്രഡേഷൻ, അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമി ക്രിയേറ്റ് ചെയ്യുക, ദെൻ പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് 7th 5-year പ്ലാനിൽ പറയുന്നത്. ദെൻ ദ പ്ലാൻ എയിംഡ് അറ്റ് ആക്സലറേറ്റിംഗ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, increasing employment opportunities and raising productivity with a focus on ഫുഡ് വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഫുഡ്, വർക്ക്, പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു 3 വാക്കുകൾ ഓർത്ത് വെച്ചിരുന്ന 7th 5-year പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് കിട്ടും. എന്താണ്? ഫുഡ്, വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഫുഡ്, വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഫുഡ് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, സെൽഫ് സഫിഷ്യൻ്റ് എക്കണോമിയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും, ആ ഒരു ടേം ഓർമ്മ വരും. പിന്നെ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അതും നമുക്ക് എന്താണ്? പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് വഴി ക്രിയേറ്റ് ചെയ്യുന്നത് വഴി പ്രൊഡക്ടിവിറ്റി റേസ് ചെയ്യുക ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജി. For the first time, the private sector got priority over the public sector. അപ്പോൾ 7th 5-year പ്ലാനിൻ്റെ സമയത്താണ് ഫസ്റ്റ് ടൈമായിട്ട് പ്രൈവറ്റ് സെക്ടറിന് പബ്ലിക് സെക്ടറിനേക്കാൾ ഒരു പ്രയോറിറ്റി കിട്ടിയത്. ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത് ടാർഗറ്റ് വാസ് 5%, ബട്ട് ഇറ്റ് അച്ചീവ്ഡ് 6.01%. അപ്പോൾ കൂടുതലാണല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം 6th 7th ഒക്കെ ഈ ഒരു ഗ്രോത്ത് ടാർഗറ്റ് കുറച്ച് കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വന്നത് ആനുവൽ പ്ലാൻസ് ആണ്. 8th 5-year plan could not take place due to the volatile political situation at the center. 2 annual programs were formed for the year 1990 to 91 and 1991 to 1992. ഇപ്പോൾ ആനുവൽ പ്ലാൻസ് വന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇയറിലാണ് കേട്ടോ. 1990 to 1992 വരെ, 1990 to 1991, പിന്നെ 1991 to 1992 2 ആനുവൽ പ്രോഗ്രാമാണ് വന്നിട്ടുള്ളത്. 8th 5-year പ്ലാൻ നടക്കുന്നതിന് മുമ്പ് ഇത് വന്നു. കാര്യം അപ്പോഴുണ്ടായ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ കാരണം കൊണ്ടിട്ട് ആനുവൽ പ്ലാൻസ് ആണ് ഉണ്ടായത്. അതിനുശേഷം 8th 5-year പ്ലാൻ വന്നു. ഓക്കെ, 8th 5-year പ്ലാൻ എപ്പോഴാണ് അപ്പോൾ വന്നിട്ടുള്ളത്? 1992 വരെ ആനുവൽ പ്ലാൻ ആയിരുന്നു. അപ്പോൾ 1992 to 1997 8th 5-year പ്ലാൻ വന്നു. ഓക്കെ, 8th 5-year പ്ലാനിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 1992 to 1997 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് PV നരസിംഹ റാവു. ഓക്കെ, ആരുടെ ലീഡർഷിപ്പിലാണ് 8th 5-year പ്ലാൻ വന്നിട്ടുള്ളത്? PV നരസിംഹ റാവു. In this plan, the top priority was given to the development of human resources, that is, employment, education and public health. 8th 5-year പ്ലാനിൽ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് അതിനാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. എന്തിനാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത്. ഡ്യൂറിങ് ദിസ് പ്ലാൻ, നരസിംഹ റാവു ഗവൺമെൻറ് launched the new economic policy of India. ഈ 8th 5-year പ്ലാനിൻ്റെ സമയത്താണ് PV നരസിംഹ റാവു ഗവൺമെൻറ് എന്ത് ലോഞ്ച് ചെയ്തത്? ന്യൂ ഇക്കണോമിക് പോളിസി ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തത്. ഓക്കെ, സം ഓഫ് ദ മെയിൻ ഇക്കണോമിക് ഔട്ട്കംസ് ഡ്യൂറിങ് ദ 8th പ്ലാൻ പീരിയഡ് ബെയർ റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത്, ദാറ്റ് ഈസ് ഹയസ്റ്റ് ആനുവൽ ഗ്രോത്ത് റേറ്റ് സോ ഫാർ 6.8%, high growth of agriculture and allied sector and manufacturing sector, growth in exports and imports, then improvement in trade and current account deficit. A high growth rate was achieved even though the share of the public sector in total investment had declined considerably to about 34%. അപ്പം ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് കുറച്ച് ഇക്കണോമിക് ഔട്ട്കംസ് 8th പ്ലാൻ പീരീഡിൽ നടന്നു. അതായത് റാപ്പിഡായിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്തും അതുപോലെ അഗ്രികൾച്ചർ അലൈഡ് സെക്ടേഴ്സിലും കൂടുതൽ ഗ്രോത്ത് വന്നു. അതുപോലെ മാനുഫാക്ചറിങ് സെക്ടറിലും ഗ്രോത്ത് ഉണ്ടായി, എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടറിലും ഗ്രോത്ത് ഉണ്ടായി, അതുപോലെ തന്നെ ട്രേഡ് തുടങ്ങിയിട്ടുള്ള ഇതിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ദെൻ ഒരു ഹൈ ഗ്രോത്ത് റേറ്റാണ് മൊത്തത്തിൽ
അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതെപ്പോഴാണ്? ഈ 8th 5-year പ്ലാൻ, അതായത് ന്യൂ എക്കണോമിക് പോളിസി ഓഫ് ഇന്ത്യ, ആ ഒരു ടൈമിലാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ദിസ് പ്ലാൻ വാസ് സക്സസ്ഫുൾ ആൻഡ് ഗോട്ട് ആൻ ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 6.8% എഗെയിൻസ്റ്റ് ദ ടാർഗറ്റ് ഓഫ് 5.6%. അപ്പോൾ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാനാണ്. അതുപോലെ തന്നെ പ്ലാനായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 6.8% ആയിരുന്നു. ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ടാർഗറ്റ് ഓഫ് 5.6%. അപ്പോൾ 5.6% ആണ് ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് എങ്കിലും 6.8%ഓളം തന്നെ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് കൂടി. അപ്പോൾ തന്നെ അതൊരു സക്സസ്ഫുൾ ആയിരുന്നു. ഈ ഒരു പ്ലാൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം 6th 7th 8th ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 5-year പ്ലാൻ ആയിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 9th 5-year പ്ലാൻ. ഓക്കെ, 9th 5-year പ്ലാനിൽ എന്താണ്? നമ്മൾ മെയിനായിട്ട് ഡ്യൂറേഷൻ നോക്കുന്നുണ്ട്, ലീഡർഷിപ്പ് നോക്കുന്നുണ്ട്. ഓക്കെ, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1997 to 2002. 1997 to 2002 ആണ്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് AB വാജ്പേയി. ഓക്കെ, ലീഡർഷിപ്പ് ആരായിരുന്നു? AB വാജ്പേയി. ദെൻ മെയിൻ ഫോക്കസ് ഓഫ് ദിസ് പ്ലാൻ എന്ന് പറയുന്നത് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി. ഓക്കെ, ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി. ഈ ഒരു ഇത് ഒന്ന് ഓർത്ത് വച്ചേക്കുക. ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഏത് പ്ലാൻ്റെ ഫോക്കസ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം 9th 5-year പ്ലാൻ്റെ ഫോക്കസാണ് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി. ഇതൊരു MCQ പോലെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ദ 9th 5-year പ്ലാൻ ഫോക്കസ്ഡ് ഓൺ ദ ഏരിയാസ് ഓഫ് അഗ്രികൾച്ചർ, എംപ്ലോയ്മെൻറ്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, 9th 5-year പ്ലാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, ദെൻ എംപ്ലോയ്മെൻറ്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ദെൻ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ 50th year ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ 50th year ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യയിലാണ്, ആ ഒരു സമയത്താണ് ഇത് ലോഞ്ച് ചെയ്തത്. ദിസ് പ്ലാൻ ഫെയിൽഡ് ടു അച്ചീവ് the growth target of 6.5% and achieved a growth rate of 5.6%. അപ്പം ഈ പ്ലാൻ ഭയങ്കര അധികം സക്സസ്ഫുൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം 5.6% മാത്രമേ ഇതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രോത്ത് ടാർഗറ്റ് 6.5% ആയിരുന്നു. അപ്പോൾ 9th 5-year പ്ലാനിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ. ഓക്കെ, 1997 to 2002 വരെയാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ. ആൻഡ് under the leadership of AB വാജ്പേയി. then main focus of this plan എന്ന് പറയുന്നത് growth with social justice and equality. then the 9th 5-year plan focused on the areas of agriculture, employment, poverty and infrastructure. അടുത്തതായിട്ട് നമുക്ക് 10th 5-year പ്ലാൻ നോക്കാം. ഓക്കെ, 10th 5-year പ്ലാനിൻ്റെ ഡ്യൂറേഷൻ 2002 to 2007. 2002 to 2007 ആണ് 10th 5-year പ്ലാനിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അടൽ ബിഹാരി വാജ്പേയി ആൻഡ് മൻമോഹൻ സിംഗ്. ദിസ് പ്ലാൻ എയിംഡ് ടു ഡബിൾ ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ ഇൻ ദ നെക്സ്റ്റ് 10 years. അപ്പം നെക്സ്റ്റ് 10 yearsൽ പെർ ക്യാപിറ്റ ഇൻകം ഡബിൾ ചെയ്യുക എന്നുള്ളൊരു എയിമാണ് ഈ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നത്. It also aimed to reduce the poverty ratio to 15% by 2012. 2012 ആകുമ്പോഴേക്കും പോവർട്ടി റേഷ്യോ 15% ആയിട്ട് റെഡ്യൂസ് ചെയ്യണം എന്നും കൂടി ഈ ഒരു പ്ലാനിൽ വച്ചൊരു ഫോക്കസാണ്. ഇറ്റ്സ് ഗ്രോത്ത് ടാർഗറ്റ് വാസ് 8%, ബട്ട് ഇറ്റ് അച്ചീവ്ഡ് ഓൺലി 7.6%. അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടെണ്ണം, അതായത് 9th 10th ഒക്കെ തന്നെ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 6th 7th ആൻഡ് 8th, ഓക്കെ, 6th 7th 8th പ്ലാൻസിൽ ടാർഗറ്റിനെ കാട്ടിലും അച്ചീവ് ചെയ്യാൻ പറ്റി, ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്നു. 8th 9th എന്ന് പറയുന്നത് വളരെയധികം സക്സസ്ഫുൾ ഒന്നും ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നില്ല. അപ്പോൾ 10th 5-year പ്ലാനിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്തൊക്കെയാണ്? ഡ്യൂറേഷൻ 2002 to 2007 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് AB വാജ്പേയി ആൻഡ് മൻമോഹൻ സിംഗ്. Then this plan aimed to double the per capita income of India in the next 10 years. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏതാണ്?
11th 5-year plan. ഓക്കെ, 11th 5-year പ്ലാനിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2007 to 2012. Okay, 2007 to 2012 under the leadership of Manmohan Singh. Okay, under the leadership of Manmohan Singh, it was prepared by the C. രംഗരാജൻ. ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആരാണ്? സി രംഗരാജനാണ്. അതിൻ്റെ മെയിൻ തീം എന്താണ്? റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇറ്റ് അച്ചീവ്ഡ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 8% against a target of 9% ഗ്രോത്ത്. അപ്പം 8% ആണ് ഇത് അച്ചീവ് ചെയ്ത ഗ്രോത്ത് റേറ്റ്. ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 9% ആയിരുന്നു. ഓക്കെ, അപ്പോൾ 11th 5-year പ്ലാനിൻ്റെ ഡ്യൂറേഷൻ എപ്പോഴൊക്കെയാണ്? 2007 to 2012 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഹും? മൻമോഹൻ സിംഗ്. ആൻഡ് ഇത് പ്രിപ്പയർ ചെയ്തത് സി രംഗരാജനാണ്. ഇതിൻ്റെ മെയിൻ തീം, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഇത് നോക്കി വെച്ചേക്കാം. റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇത് ഏത് 5-year പ്ലാനിൻ്റെ മെയിൻ തീമാണെന്ന് ചോദിച്ചാൽ 11th 5-year പ്ലാനിൻ്റെ മെയിൻ തീമാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്നുകൂടി നോക്കിയായിരുന്നു 9th 5-year പ്ലാനിൻ്റെ. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി. ഇത് 9th 5-year പ്ലാനിൻ്റെ ആണ്. എന്താണ്? ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി. 11th 5-year പ്ലാനിൻ്റെ എന്താണ്? റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റ് 5-year പ്ലാൻ. ഓക്കെ, 12th 5-year പ്ലാൻ നോക്കാം. ഇതിൻ്റെ ഡ്യൂറേഷൻ 2012 to 2017. 2012 to 2017 ആണ് ഡ്യൂറേഷൻ. ആൻഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മൻമോഹൻ സിംഗ്. ഓക്കെ, 12th 5-year പ്ലാൻ ഡ്യൂറേഷൻ എത്രയാണ്? 2012 തൊട്ട് 2017 വരെയാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ ലീഡർഷിപ്പിലാണ്. ഇതിനും മെയിൻ തീമുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് 12th 5-year പ്ലാനിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രോത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് 8% ആയിരുന്നു. ഓക്കെ, ഇത്രയുമാണ് 12th 5-year പ്ലാനിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ. For a long time, there had been a feeling that for a country as diverse and big as India, centralized planning could not work beyond a point due to its one-size-fits-all approach. Therefore, the NDA government has dissolved the Planning Commission, which was replaced by Niti Aayog. അത് നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ കുറേ നാൾ ഈ ഒരു ഓൾഡ് 5-year പ്ലാൻ തന്നെ ഫോക്കസ് ചെയ്തതിന് ശേഷം സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇനിയും കൂടുതലും വർക്കൗട്ട് ആവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഗവൺമെൻറ്, NDA ഗവൺമെൻറ് അത് മാറ്റി. ഈ ഒരു പ്ലാനിങ് കമ്മീഷനും എല്ലാം മാറ്റിയതിന് ശേഷം ഡിസോൾവ് ചെയ്തു. പ്ലാനിങ് കമ്മീഷനെ ഡിസോൾവ് ചെയ്തിട്ട് പകരം അവിടെ നീതി ആയോഗിനെ കൊണ്ടുവന്നു. ഓക്കെ, അത് ഇത്രയാണ് 5-year പ്ലാൻസിൽ നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് തൊട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫസ്റ്റ് 5-year പ്ലാൻ പറഞ്ഞു, ദെൻ സെക്കൻഡ് 5-year പ്ലാൻ, ദെൻ തേർഡ് 5-year പ്ലാൻ. തേർഡ് 5-year പ്ലാൻ കഴിഞ്ഞിട്ട് പ്ലാൻ ഹോളിഡേയ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, 3 ആനുവൽ പ്ലാൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫോർത്ത് 5-year പ്ലാൻ പറഞ്ഞു. അവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞു 1969 to 1974 ആ സമയത്ത് രണ്ട് വാറൊക്കെ നടന്നത് കാര്യം പറഞ്ഞു. അതും കൂടി ഒന്ന് നോക്കുക. ഫോർത്ത് 5-year പ്ലാനിൻ്റെ സമയത്ത് 2 വാറൊക്കെ നടന്നു. തേർഡിലും നടന്നിട്ടുണ്ട്, ഫോർത്തിലും 2 വാറൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിഫ്ത്ത് 5-year പ്ലാൻ അതിൻ്റെ ഡ്യൂറേഷനും ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞു. കാര്യം 1978 ഇത് ടെർമിനേറ്റ് ആവുന്നുണ്ട് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ. പിന്നെ അതിനുശേഷം റോളിംഗ് പ്ലാനാണ് കേട്ടോ വന്നത്. റോളിംഗ് പ്ലാൻ വന്നതിന് ശേഷമാണ് പിന്നെ 6th 5-year പ്ലാൻ വന്നത്. ദെൻ 6th 5-year പ്ലാൻ ശേഷം 7th 5-year പ്ലാൻ, ദെൻ ആനുവൽ പ്ലാൻസ് ആണ് വന്നിട്ടുള്ളത്. 7th കഴിഞ്ഞ് ആനുവൽ പ്ലാൻസ്, ദെൻ 8th 5-year പ്ലാൻ, 9th 5-year പ്ലാൻ പറഞ്ഞു. അതിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്
അതിൻ്റെ മെയിൻ ഫോക്കസ് അതൊന്ന് നോക്കി വയ്ക്കുക. ദാറ്റ് ഈസ് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി. പിന്നെ 10th 5-year പ്ലാൻ, 11th 5-year പ്ലാൻ ഇതും നോക്കി വയ്ക്കാൻ പറഞ്ഞു. 9th 11th ആൻഡ് 12th. 9th ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി. 11th റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. 12th ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ടേമും കൂടെ ഇൻക്ലൂഡ് ആവുമ്പോൾ അവിടെ 12th 5-year പ്ലാനിൻ്റെ മെയിൻ തീമായി. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതുവരെയുള്ള 5-year പ്ലാൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്.